Welcome to Isha's Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള സ്ക്വാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അവിടെ വീട്ടിലുണ്ടായിട്ടുള്ള കുറച്ച് പാഷൻ ഫ്രൂട്ട് വെച്ചാണ് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. 15 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കിലോ പഞ്ചസാരയും 750 ml വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പുമാണ്. 2 തരത്തിലുള്ള പാഷൻ ഫ്രൂട്ട് നമ്മൾ വീട്ടിലുണ്ട്. പക്ഷെ നമുക്ക് ഡെയിലി 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു 5-6 ദിവസം ആയപ്പോൾ ഒന്നിച്ചെടുത്ത് അതുകൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് നടുക്കിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ പാടില്ലാതെ ആ കുരു അതിൻ്റെ ആ പൾപ്പ് മാത്രം നമുക്കൊന്ന് അതിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ പാഷൻ ഫ്രൂട്ടും കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് അതിലത്തെ പൾപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 15 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ച് മെല്ലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി അതിൽ നിന്ന് കുറച്ച് പൾപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു ഭംഗിക്ക് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാനാണ്. ഈ പാഷൻ ഫ്രൂട്ട് അത്യാവശ്യം പുളിയുള്ളതാണ് കേട്ടോ. പുളി കുറവുള്ളതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ അളവ് കൂട്ടാം. ഈ 1 കിലോ പഞ്ചസാരയിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 പാഷൻ ഫ്രൂട്ടൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഈ പൾപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അധികം അടിക്കരുത് കേട്ടോ, അതിൻ്റെ കുരു അടിഞ്ഞു പോവാതെ നിർത്തി ഒന്ന് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ കുരൊന്നും അടിയാതെ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുത്തുള്ള വെള്ളത്തിലേക്ക് 1 കിലോ പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ 1 കിലോ പഞ്ചസാരയ്ക്ക് 750 ml വെള്ളമാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 15 മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ല പാകത്തിലുള്ള ഒരു കട്ടിയിലുള്ള ആ ഒരു സിറപ്പ് നമുക്ക് കിട്ടും. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടില്ല ആ പൾപ്പ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കി മാക്സിമം അതിലത്തെ ആ ജ്യൂസ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് കരടുണ്ട്. അപ്പോൾ നമുക്കത് സിറപ്പ് റെഡി ആയതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതിന് ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് പൾപ്പ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ആ പാഷൻ ഫ്രൂട്ട് പൾപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പുറത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ അധികം ദിവസം കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ നമ്മളുടെ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സിറപ്പിൽ കിടന്ന് കുറച്ച് നേരം തിളയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ കുരുവൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് സ്ക്വാഷ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ സ്ക്വാഷ് ചൂടാറിയിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള ഒരു കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ക്വാഷ് 2 ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ഇട്ടതിന് ശേഷം 1/4 ഗ്ലാസ് സിറപ്പ് എടുത്ത് ബാക്കി വെള്ളം ഒഴിച്ച് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്.
ഈ സ്ക്വാഷിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് സോഡ ഒഴിച്ച് ഒരു പച്ചമുളക് മുറിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.